കാരണം എക്സ് മുസ്ലിങ്ങളുടെ റോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു സിഗ്നലിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പണി. ഒന്നത്. രണ്ട്, ഇതിനെ വിമർശിക്കത്തക്കതായിട്ടുള്ള, കാരണം ഇത് ഇപ്പോൾ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താ സാധനം എന്ന് ആർക്കും അറിയില്ല. സത്യത്തിൽ അത് ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന് പറയാൻ നിങ്ങൾ BJP-കാരനാവേണ്ട കാര്യമില്ല. അതായത് ഈ കേരളത്തിലുള്ള മദ്രസ വിദ്യാഭ്യാസ ബോർഡുകൾ, അതുപോലെ മറ്റു പല സംഗതികൾ, ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് അതിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി 100-100ഓളം പേജുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലകറങ്ങി പോകും. ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്താണ് ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലും വലിയൊരു മതവിമർശനവും സ്വാതന്ത്ര്യത്തിൻ്റെ ശാസ്ത്രബോധവും ഒക്കെ വളർത്തുന്നതിൽ വളരെ അധികം സമയം ചെലവഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ ആരിഫ് ഹുസൈനെ ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം കേച്ചേരി സ്വദേശിയാണ്. അദ്ദേഹം കാരന്തൂർ മർക്കസിൽ നിന്നാണ് പഠിച്ചത്. നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം നബിയുടെ മുടിവെള്ളം വരെ ഫ്രീ ആയിട്ട് കുടിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഈ മതം പഠിച്ചിട്ട് ഈ ഒരു മതവിമർശകനായി? എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. അതായത് പഠിച്ചത് ആ സ്കൂളിലല്ല. പഠിച്ചത് കോഴിക്കോട് തന്നെയുള്ള മറ്റൊരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. പക്ഷേ ഈ മർക്കസിൽ ഫാദറായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി മുടി വെള്ളവും മുടി പള്ളിയും ഇതെല്ലാം നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയായിരുന്നു. പിന്നെ എല്ലാത്തിനുപരി എൻ്റെ പേരിൽ ഈ ആരിഫ് ഹുസൈൻ, ഈ ഡോക്ടർ ഇല്ല കേട്ടോ, ഡോക്ടർ ഇപ്പോൾ എടുത്ത് കളഞ്ഞു, അത് ഹോമിയോപ്പതിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതിൽ ഈ ആരിഫ് ഹുസൈനിൽ ഈ ആരിഫ് എന്ന് പറയുന്ന പേരിട്ടത് AP ഉസ്താദാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതാണ് ആ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് പുറത്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു വിഷയത്തിൽ നമ്മൾ പറയാറുണ്ട്, ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാത്തത്? ചാടിയ പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ്. ഏതൊരു വിഷയത്തിലും ഇത് സാധ്യമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പറയുക, വിചാരിക്കുക, അല്ലെങ്കിൽ അതിനെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് അറിഞ്ഞു കഴിഞ്ഞ് അതല്ലെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് അനുവർത്തിച്ച് കഴിയുമ്പോൾ, അത് പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, അത് സാമൂഹിക ആയിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, അത് ചെയ്താൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് നമുക്ക് തോന്നിയാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും മിനിമം നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു മതത്തിൻ്റെ കാര്യം, മതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തത് ഈ ശാസ്ത്രീയ മനോവൃത്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ആർട്ടിക്കിൾ 51AH പറയുന്ന സംഗതിയാണ്. അതായത് നമ്മൾ ഈ ഒരു ആ ഒരു അന്വേഷണാത്മക ത്വര നമുക്ക് വേണം, അതൊരു റിഫോമിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 51AH പറയുന്നതാണ്. അപ്പം ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള നമ്മളുടെ ഓരോ പൗരൻ്റെയും ഒരു അടിസ്ഥാന ഒരു ഉത്തരവാദിത്വമാണ്. ആ ഒരു സംഗതി നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്തു. അപ്പോൾ അത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് നമ്മൾ പഠിച്ച മേഖലയിലായിരുന്നു. അതാണ് ഈ ഹോമിയോപ്പതി അതിൽ വരുന്നത്. അത് ഏതിലും വരാം. ഇപ്പോൾ ആയുഷ് മേഖലയിലുള്ള എല്ലാ സംഗതിയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിലൊക്കെ ഒരു കുഴപ്പമുണ്ട്, അത് അശാസ്ത്രീയമാണെന്ന് പറയുന്ന അവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മതത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അത് വെറുതെ ആ മതത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. ആ മതം നമ്മളെ സാമൂഹികമായ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ അത് ഇടപെടുമ്പോൾ, അത് തീവ്രവാദമായിക്കോട്ടെ, അത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്ന ഒരു വിഷയം, അതല്ലെങ്കിൽ അങ്ങനെ ഏതൊരു വിഷയം വരുമ്പോൾ അതിനകത്ത് അതൊരു പ്രോബ്ലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്കത് കൊണ്ടുനടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഈ സംഗതിയും ഒരു കുഴപ്പമാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അത് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യം മാത്രമാണ്. ഇത് അത്ര വലിയ അമാനുഷികമായ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞാൽ പോലും കൈയും കാലും വെട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്ന സമയത്ത്. എന്നാൽ ഇന്ന് മലയാളത്തിൽ വാങ്ങു വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ആരിഫ് ഭായ് ഫേസ്ബുക്കിൽ കൂടെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ ഒരു കാലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാ മതങ്ങളും അവർ നിന്നിരുന്ന കാലവും അതല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അതിലെ കാര്യങ്ങൾ ആളുകൾക്ക് എത്രമാത്രം അറിയിക്കാതിരിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ മറച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഒരു വിഷയം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ലോകത്ത്
റിഫോം ചെയ്യപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അച്ചടി വിദ്യ അത് വലിയ പ്രചാരം ലഭിച്ചതോടുകൂടിയാണ്. അതുവരേക്കും അത് കുറച്ച് ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്ന അവർ മാത്രം വായിക്കുകയും അവർ മാത്രം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അവർ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉത്തരം കിട്ടുകയുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷേ അച്ചടി മാധ്യമം അത് വലിയൊരു മുന്നേറ്റമായപ്പോൾ, ഒരു പുതിയ കണ്ടുപിടുത്തത്തിലൂടെ അത് വന്നപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് ആക്സസിബിൾ ആയി, എല്ലാവർക്കും വായിക്കാം, കോപ്പി എടുക്കാം. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വായിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള സംഗതി കണ്ടിട്ട് അതിനൊരു മണ്ടത്തരമാണെന്ന് തോന്നിയാൽ പിന്നെ അതെങ്ങനെ പിടിച്ചോണ്ടിരിക്കും? അത് സാധിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഇസ്ലാമിലേക്ക് വരുമ്പോൾ അച്ചടി മാധ്യമത്തിനേക്കാൾ ഉപരി ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഗുണമായിരിക്കുന്നത് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ റിഫോർമേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അന്ത്യത്തിന് വഴി വെച്ചത് ഈ പറയുന്ന അച്ചടി മാധ്യമമാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ഒരു എന്താണ് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, മുസ്ലിങ്ങളുടെ പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ എക്സ്പോസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത് ഇൻ്റർനെറ്റാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ജബ്ബാർ മാഷ് അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മുന്നേ ഉള്ള സഞ്ചരിച്ചിട്ടുള്ള ആൾ, അവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിതൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിക്കുന്നു, അപ്പോൾ അതിൻ്റെ കാര്യം ജബ്ബാർ മാഷ് പറയുന്നത് കേൾക്കുന്നു, അതല്ലെങ്കിൽ രവിചന്ദ്രൻ പറഞ്ഞ ഒരു സംഗതി കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മതപണ്ഡിതന്മാർ പറയുന്ന മണ്ടത്തരവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരസ്പരം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാൻ സാധിക്കുകയാണ്. അത് തൂക്കി നോക്കാൻ പറ്റും, ഇതിൽ ഏതാ ശരി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണ്, ഇത് ഇന്ന ആൾ പറയുന്നത് ശരിയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് വലിയ ഒരു ഓഡിയൻസിന് മുന്നിൽ നിന്നിട്ട്. അപ്പോൾ ആൾ പറയുന്നത് ആകാശത്ത് നിന്ന് മഴ പെയ്യ്ക്കുന്നു, അത് 10,000 കിലോമീറ്റർ മുകളിൽ നിന്നാണ് താഴേക്ക് വീഴുന്നതെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ വിശ്വാസികളിവിടെ ഉണ്ട്. പക്ഷേ ഇന്ന് ഗൂഗിൾ ഉള്ളതുകൊണ്ട് ഒരു ആൾക്ക് അടിച്ചു നോക്കാം, 10,000 കിലോമീറ്റർ മുകളിൽ നിന്നാണോ മഴ വീഴുന്നത്, എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നതെന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം 10 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ അവിടെ ഉസ്താദ് പറഞ്ഞ് തെറ്റി. അപ്പം നമ്മളിനി ഏത് ഒരു വാചകം ഇതേപോലെ ആര് പറയുന്നത് കേട്ട് കഴിഞ്ഞാലും ഇത് നമ്മൾ അപ്ലൈ ചെയ്യും. അത് ഏത് മതത്തിനും ബാധകമാണെന്നായി പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രചാരം കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ചില മതങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മലയാളത്തിൽ വാങ്ങി കൊടുത്താൽ പോലും അങ്ങനെ ഒരു വെല്ലുവിളി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് ഈ രീതിയിലുള്ള ഒരു പരുവപ്പെടലിൻ്റെ ഭാഗമാണ്. അത് ഈ കാലത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും ഇസ്ലാമിക വിമർശനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ജബ്ബാർ മാഷ് എന്നുള്ള പേര് വരും. ഇപ്പോൾ നാസർ കുടിപുരത്തെ പോലെയുള്ള യുവാക്കളും ഇപ്പോൾ ഇസ്ലാമിക വിമർശന രംഗത്തുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു പേരുണ്ട്, ഡോക്ടർ NM മുഹമ്മദ് അലിയുടെ. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണ് നവംബർ 13-ാം തീയതി. അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് എന്ന മനുഷ്യൻ, ഖുർആനൊരു മനഃശാസ്ത്ര പഠനം, ഇസ്ലാമും രാഷ്ട്രീയ ഇസ്ലാമും, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമും രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം ചിന്താ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, സാക്ഷാൽ ചിന്താ പബ്ലിക്കേഷൻ. പക്ഷേ കോപ്പികൾ ഇനി കിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്ലാമിക വിമർശനത്തിന് ആദ്യകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു, ഇടതുപക്ഷക്കാരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. NM മുഹമ്മദ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പുക്കാസയുടെ സംസ്ഥാന ഭാരവാഹിയായി 30 വർഷത്തോളം പ്രവർത്തിച്ചതാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സംഘടന ഉണ്ടായിരുന്നു ഇടത് CPM-ൻ്റെ, അതിൻ്റെ സംസ്ഥാന ഭാരവാഹി 30 വർഷം പ്രവർത്തിച്ചതാണ്. ഇന്ന് പുക്കാസയിൽ നിന്ന് ഇതേപോലെ ഒരു മതവിമർശകനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. ഈ ഒരു നിയോ എത്തിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു കാഴ്ചപ്പാട് വന്നതോടുകൂടി തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു 1990-കൾക്ക് ശേഷം ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് വലിയ തോതിൽ പ്രചാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മതത്തെ നിങ്ങൾക്ക് വിമർശിക്കാം. ഓക്കെ, ഹിന്ദു മതത്തെ വിമർശിച്ച് ഇവിടെ സിനിമ വരെ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചുകൊണ്ട് ഇവിടെ സിനിമ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിലെ ഒരു വിമർശനം നമ്മൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അത് ഡയറക്റ്റ്ലി ആവണമെന്ന് പോലുമില്ല, ഇൻഡയറക്ട്ലി നേരെ അല്ലാതെ ഇരിക്കുമ്പോൾ പോലും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും അതിൻ്റെ പേരിലുള്ള വലിയ കച്ചറകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഇൻഡാസ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഹിന്ദു മതത്തെ വിമർശിക്കുമ്പോൾ ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ കൊടികുത്തി വരാറില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുമ്പോൾ ക്രിസ്ത്യാനോ ഫോബിയ എന്ന് പറഞ്ഞിട്ട് വരാറില്ല. ജൂതമതത്തെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ജൂതഫോബിയ എന്ന് പറഞ്ഞ് വരാറില്ല. പക്ഷേ മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മൾ മുസ്ലിമോഫോബിയ എന്ന് പറയണം. അത് മുസ്ലിം വിരുദ്ധതയാണത്. അത് നമ്മൾ അനുവദിക്കേണ്ട കാര്യമല്ല, അത് നമ്മൾ തടയേണ്ട വിഷയമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വിഷയം, ജൂത വിരുദ്ധത എന്ന് പറയുന്നത്, അത് നമ്മൾ തടയണം എന്ന് പറയും.
അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് ഹിന്ദു ജനതയെ നമ്മളെല്ലാവരെയും ഈ ശത്രുക്കളായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്, അതിനെ നമ്മൾ എതിർക്കണം എന്ന് പറയും. അതിപ്പോൾ ബ്രാഹ്മണ ഫോബിയ പോലും നമ്മൾ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം നിങ്ങൾക്ക് ബ്രാഹ്മണ്യത്തെ നിങ്ങൾക്ക് എതിർക്കാം, അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു ബ്രാഹ്മണനെ കണ്ട കത്തിച്ച് കളയണം എന്ന് പറയുന്ന തരത്തിലുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അവരെ നമ്മൾ എതിർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു സാധനമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ ഇടതുപക്ഷം വലിയ തോതിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള സാധനത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം ചരിത്രത്തിൽ അങ്ങനെയല്ല. അവരെപ്പോഴും ഇസ്ലാമിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തോട് എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വോട്ടാണ് വേണ്ടത്. അതേസമയം ഇസ്ലാം കൊണ്ടുവെക്കുന്ന രാഷ്ട്രീയം, കാരണം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം മറ്റുള്ള മതങ്ങൾ ഒരു മതമാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒരു മതമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സ് ആണ്, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൾട്ട്, ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ്, അതൊരു ഫാഷിസമാണ്. ആ സാധനത്തിനകത്തൊരു മതത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് മാത്രമാണ് നമ്മളിവിടെ കാണുന്ന ഈ നോമ്പ്, നിസ്കാരം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ എപ്പോഴും അതിനെ മാത്രം കണ്ട് ബാക്കിയുള്ള സംഗതികളിൽ കുറേ ആചാരങ്ങളുണ്ട്, അതുകൊണ്ട് ഇതും അതുമൊക്കെ മതമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തെ ആളുകൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അവസാനം ഈ സംഗതി നമ്മുടെ നാടിനെ വിഴുങ്ങും. ആ വിഴുങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് വിചാരിക്കുക. പക്ഷേ അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന സാധനമാണ് ഇസ്ലാമോഫോബിയ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കൈയും കാലം കെട്ടിയിടും. കാരണം എന്താണ്, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ തന്നെ ഈ ഒരു ഫ്രീ സൊസൈറ്റിയിൽ ഈ ഡെമോക്രസിയും സെക്യുലറിസം ഒക്കെ വെച്ച് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഈ സാധനം ഇവർക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നത്. കാരണം എന്താ, ആശയത്തെ ഏത് മതത്തെയും നിങ്ങൾക്ക് ഇവിടെ അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ മതത്തിലൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഇസ്ലാമോഫോബിയ വെച്ചിട്ട് തടുക്കും. നിങ്ങൾക്ക് ഇതിൽ പ്രശ്നം കാണുന്നത് നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ ഉള്ളതുകൊണ്ടാണെന്ന് പറയാം, അല്ലാതെ സ്ത്രീ പുരുഷ തുല്യത അവിടെ ഹനിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയില്ല. ഇതാണ് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ഒരു പുതിയ ഈ ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ ഒരു മതവിമർശകനാകണമെന്ന് പറയുന്നില്ല, ഉള്ള കാര്യം പറയണം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഇന്ന പ്രശ്നമുണ്ട് എന്തെങ്കിലും പറയാൻ സാധിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ ഉയർന്നു വരാനുള്ള സാധ്യത നിലവിൽ വളരെ വിരളമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് എളുപ്പമല്ല. കാരണം അതിനെ തടയാനുള്ള ഒരു വലിയ പരിച ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം വോട്ടായതുകൊണ്ട് അത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ആ കൂട്ടത്തിൽ നിന്നും അവർക്ക് വേണ്ട സംഗതി സപ്പോർട്ടാണ് എന്നതുകൊണ്ടും ഇത് തമ്മിൽ ഒരു പൂരകങ്ങളായിട്ട്, പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വോട്ട് വേണ്ട ആളുകൾ ഇപ്പുറത്തും വോട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പുറത്തും ഉണ്ടാവുമ്പോൾ ഇത് തമ്മിൽ എപ്പോഴും ഒരു അലയൻസ്. അതാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഒരു ആക്സിസ് എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി. അതൊരു ആഗോള പ്രതിഭാസമാണ്, അത് എവിടെയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പുതിയൊരു ഇതുപോലുള്ള ഒരു മതവിമർശകരായിട്ടുള്ള ആളുകൾ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഇസ്ലാമും രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ പുസ്തകം ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിന്ത പബ്ലിക്കേഷനാണ്. അപ്പോൾ ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലയിലുദിച്ച ആശയം എങ്ങനെ അതൊരു ഇന്ന് കാണുന്ന 200 കോടി ജനങ്ങളിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയത് ഇടതുപക്ഷമാണ്. അവർ സപ്പോർട്ട് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അദ്ദേഹം പുകാസയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നുകൊണ്ടാണ് ഈ പ്രസിദ്ധീകരണമൊക്കെ ചെയ്തത്. അന്ന് അദ്ദേഹത്തെ എതിർത്തിട്ടില്ല, ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് രാഷ്ട്രീയം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽപ്പുണ്ട് ഇല്ല. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രീയം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയപരമായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. വിശ്വാസികളെ വെറുതെ വിടുക, വിശ്വാസത്തെ വെറുതെ വിടുക. പക്ഷേ ഈ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് ആളുകൾ പറയാറ്. ഞാനത് അങ്ങനെയല്ല പറയാം. ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയാവുക. കാരണം പൊളിറ്റിക്സിനെ ഇസ്ലാമികവൽക്കരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഓൾറെഡി ഉള്ള ആ പൊളിറ്റിക്സിനെ ഇസ്ലാമികവൽക്കരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അതായത് ഒരു പൊളിറ്റിക്സ് അത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികവൽക്കരിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഏകാധിപത്യമാണ്. ഒരു പൊളിറ്റിക്സ് അത് സെക്യുലർ പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സെക്യുലർ അല്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി ഇതേപോലെ ഓരോ മേഖലയിലും നിങ്ങൾക്ക് എടുത്തു കഴിയും. ഇപ്പം മൈനോറിറ്റി റൈറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കുക. ഒരു പൊളിറ്റിക്കൽ ഒരു സെറ്റിങ്ങിൽ മൈനോറിറ്റികൾക്ക് തുല്യമായ അവകാശം ഉണ്ട് എന്നതാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ, ഒരു ഗവേണൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ മൈനോറിറ്റിക്ക് തുല്യ അവകാശമല്ല ഉണ്ടാവുക. അവിടെ ദിമിറ്റ്യൂഡാണ് വരിക. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ, ഒരു എന്താ പറയുക, എ ക്ലാസ് സൊസൈറ്റി. നമ്മൾ സാധാരണ പറയാറുള്ള ഈ അപ്പാർട്ടൈഡ് എന്ന് പറയുന്ന വിഷയം.
ഓക്കെ, ഇപ്പോൾ ഗാസയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന സംഗതി, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സംഗതി, അതല്ല. അവിടെ സത്യത്തിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഉള്ളത് എവിടെയാണ്? ഇസ്ലാമിക രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നിൽക്കുന്ന. ഇപ്പോൾ അഫ്ഗാനിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെയാണ് നമുക്കിത് കാണാൻ കഴിയുക. അത് ജെൻഡർ അപ്പാർട്ടൈഡ് പോലും ഉണ്ട്, അത് മുസ്ലിങ്ങളാണെങ്കിൽ പോലും സ്ത്രീകൾക്ക്. അപ്പോൾ ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആദ്യം കടന്നു വരിക ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെയാണ്. അത് ആദ്യം നമ്മൾ മാറ്റണം എന്ന് ഞാൻ പറയാം. ഇസ്ലാമിക് പൊളിറ്റിക്സ് ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങൾ തന്നെയാണ്. ആ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ സ്ത്രീകളാണ് ഏറ്റവും വലിയ ഇരകൾ. അതിന് ഏറ്റവും മികച്ച എക്സാമ്പിളാണ് ഇപ്പോൾ ഇറാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം, അല്ലെങ്കിൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഇനി നമ്മൾ പറയും ഇപ്പോൾ UAE, ഖത്തർ, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ വലിയ സംഭവമാണല്ലോ, അങ്ങോട്ട് നോക്കൂ, നിങ്ങൾ പറയുന്ന പോലെ പ്രശ്നമാണെങ്കിൽ എന്താ അവിടെ പ്രശ്നമില്ലാത്തതെന്നൊക്കെയാണ് ആൾ ചോദിക്കുക. യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം എപ്പോഴാണ് നമ്മൾ കാണുന്നത്, നമുക്ക് കുളിർമ കിട്ടുന്ന രീതിയിലൊക്കെ അത് മാറിയത് എപ്പോഴാണ്? ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ. 2015 ശേഷമാണ് അവർ മാറിയത്. 2015 മുന്നേ നിങ്ങൾ എടുത്ത് നോക്കിയാൽ സൗദിയിലെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ പോലും സൗകര്യമില്ല, അനുവാദമില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ആൺ തുണയോടുകൂടി ഇറങ്ങാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പുറത്തേക്ക് അവരുടെ സൗദിയിൽ നിന്ന് പുറത്തേക്കൊന്ന് യാത്ര ചെയ്യണം ഒരു സ്ത്രീക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, കൂടെ ഒരാൾ വേണം. അതല്ല ഇനിയിപ്പോൾ എത്ര വലിയ ഒരു ആവശ്യമാണെങ്കിലും വീട്ടിൽ വാപ്പ പറയാണ് പറ്റില്ല, പോകാൻ അനുവാദമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കേണ്ടി വരും. ഇതാണ് ഈ ഇസ്ലാമിക സെറ്റിങ്ങുകൾ. പക്ഷെ അത് അവർ മാറുകയാണ്, അത് കാലത്തിനനുസരിച്ച് മാറേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ പറയുന്ന സംഗതി അവിടെയുള്ള രാജാക്കന്മാർക്ക് തന്നെ പ്രശ്നമായി തുടങ്ങിയപ്പോഴാണ് അവരതിനെ മാറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു നിലനിൽപ്പ് അതിന് വലിയ തരത്തിലുള്ള ഒരു അപകടം സൃഷ്ടിക്കുന്ന സംഗതിയാണ് ഈ ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് മുസ്ലിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയണം, അവരെ മനസ്സിലാക്കിക്കാൻ കഴിയണം. പക്ഷെ അതിവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. ഇസ്ലാം വിട്ടവർ മാത്രം ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി. മറ്റിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണേലും ആർക്കും ആരെയും വിമർശിക്കാം. ഹിന്ദു മതത്തെ ആർക്കും വിമർശിക്കാം, ക്രിസ്ത്യാനിറ്റി ആർക്കും വിമർശിക്കാം, ജൂതന്മാരെ ആർക്കും വിമർശിക്കാം. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ ഇസ്ലാം വിട്ടവർ മാത്രം ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി. നമ്മളൊക്കെ എന്തെങ്കിലും ഈ മുഹമ്മദ് അലി സാറിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ട് ആരോടെങ്കിലും പറയുമ്പോൾ നമ്മളോട് ചോദിക്കും അതൊക്കെ അവർ ചെയ്തോളൂ. ഹിന്ദു മതത്തിൽ 100 കൊല്ലം മുമ്പ് നിരവധി അനാചാരങ്ങളുണ്ടായിരുന്നു, വഴി നടക്കാൻ പാടില്ല, അങ്ങനെ പല അതെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള മന്നത്ത് പത്മനാഭ പോലെയുള്ള ഹിന്ദുക്കളാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ജോസഫും ഖാദറും ജബ്ബാറും ഒന്നും വന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിലെ വിഷയം വരുമ്പോൾ അത് അവർ ചെയ്തോട്ടെ എന്ന് പറയും. എക്സ് മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാം. അതങ്ങനെയല്ല അതിൻ്റെ കാര്യം. കാരണം എക്സ് മുസ്ലിങ്ങളുടെ റോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു സിഗ്നലിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പണി. ഒന്നത്. രണ്ട്, ഇതിനെ വിമർശിക്കത്തക്കതായിട്ടുള്ള, കാരണം ഇത് ഇപ്പോൾ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താ സാധനം എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ബാങ്കുളിയുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ബാങ്ക് എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ചില ബാങ്ക് അത് നല്ല ഈണത്തിലൊക്കെ ഈ പറയുന്ന ചില സിനിമയിലൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതെന്തോ അടിപൊളി സാധനമാണ്, ഇതാണ് ചിന്തിക്കുക. പക്ഷെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് വിളിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന, അപ്പം പിന്നെ ഇവിടെ ഈ നാട്ടിൽ കൃഷ്ണനുണ്ട്, രാമനുണ്ട്, ഇവരൊക്കെ പിന്നെ മാങ്ങ മറിക്കാൻ പോകണമെന്ന് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു ബൗസറ സമൂഹത്തിൽ ഒരിക്കലും വിളിച്ചു പോകാൻ പാടില്ലാത്ത സാധനമാണ് ഈ സംഗതി. പക്ഷെ ഇത് അറബിയിലായതുകൊണ്ട് ആർക്കും അറിയില്ല, മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. ഇതാണ് ഇതിലെ സത്യം. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സംഗതികൾ, അറബിയിലുള്ള സംഗതികൾ അത് മലയാളത്തിൽ പറഞ്ഞ് അത് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് എക്സ് മുസ്ലിങ്ങൾക്കുള്ളത്. അതാണ് രണ്ടാമത്തെ പണി. കാരണം ഇത് നിങ്ങൾ പറയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇപ്പോൾ സുനിൽ ഇത് പറയാൻ ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കേൾക്കുന്ന ഒരാൾ നാളെ മുതൽ നമ്മളിത് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് നിങ്ങളൊരു ആളുടെ അടുത്ത് ചെന്ന് പറയാൻ വേണ്ടി തുനിഞ്ഞാൽ ആദ്യം നിങ്ങൾ കേൾക്കുന്ന സംഗതി പഠിച്ചിട്ട് വിമർശിക്കുന്നതായിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് പഠിക്കും? നിങ്ങൾ ഇത് മുഴുവൻ ഇനി മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ അടുത്ത് ഒരിക്കലും അവർക്കത് പറയാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് അത് എന്താ പറയുക, അവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട് ഈ പറയുന്ന സംഗതി ഇങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഈ പറയുന്ന സംഗതി കണ്ടവരും വായിച്ചവരും അത് ജീവിച്ചവരും ആയതുകൊണ്ട് നമ്മളെ അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അത് തെളിവുകളായിട്ടും അതിൻ്റെ വിശദീകരണങ്ങളായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. അറബിയിലുള്ള സാധനം അറബിയിൽ, ഇപ്പോൾ നാസർ കൊടിമരത്തെ കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ പറയുമ്പോൾ അത് പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ
എക്സ് മുസ്ലിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഇത് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള ഒരു ഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആ സമൂഹത്തിന് ഈ സംഗതി എത്തിക്കുക, ഇതൊരു സോഷ്യൽ പ്രൊജക്റ്റായിട്ട് ഒരു സാധനമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വിദേശത്തൊക്കെ കാണുന്നൊരു കാഴ്ച, ഈ ഇതുപോലുള്ള ഫെയറുകളൊക്കെ നടക്കുമ്പോൾ അതിനകത്തുണ്ടാവും മതപ്രചാരകരുടെ ഒരു കിയോസ്ക് പോലെ ഉണ്ടാവും. എന്നിട്ട് അവരവിടെ ഖുർആനൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് എന്താ സംഭവിക്കുക, ഇതിങ്ങനെ വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഒരാൾ വരുന്നു, എന്താ ഈ സാധനം എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ അതേ ഇത് ഖുർആനാണ്. ഓക്കെ, എന്താ ഇതിനകത്ത്, എന്താണ് ഈ മതം? അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അവർ 4 പൊക്കിയടിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിൽ ബാഹുബലി 1, 2 ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ബാഹുബലി 1 എന്ന് പറഞ്ഞാൽ അത് മാത്രമേ മുസ്ലിങ്ങൾക്ക് അറിയുള്ളൂ, നാട്ടുകാർക്കും അതേ അറിയുള്ളൂ. 2 എന്ന് പറയുന്ന സാധനം ആരും കാണത്തില്ല, അതാരും കാണാറുമില്ല. അതിലെ കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള രൂപം. അതെല്ലാ മതത്തിനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു വൈറ്റ് വാഷ്ഡ് ഒരു വേർഷനാണ് എപ്പോഴും പുറത്തുണ്ടാവുക. അതിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹം അറിയാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ എപ്പോഴും ഈ ബിഹൈൻഡ് ദ കേർട്ടനാണ് ഉണ്ടാവുക. അതെല്ലാ മതങ്ങൾക്കുണ്ട്, അത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇങ്ങനെ വന്നിട്ട് ചെയ്യുമ്പോൾ ഇവർ വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ്, വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ ഇന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്, ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അടിമ വ്യവസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം ഈ ലോകത്ത് അടിമ വ്യവസ്ഥിതിക്ക് ഇവിടുന്ന് അപ്രത്യക്ഷമാകാൻ ഏറ്റവും കൂടുതൽ വഴിവെച്ച മതം എന്ന് അവർ വലിയ വീമ്പ് പറയും. അപ്പോൾ ഈ പറയുന്ന ആൾ, അങ്ങോട്ട് ചെല്ലുന്ന ആൾ ചോദിക്കുകയാണ്, അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്, ഈ മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്, മോചിപ്പിച്ച അടിമയെ തിരിച്ചു പിടിച്ച അടിമയാക്കിയതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ ബബ്ബ അടിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് പറയുന്നത്, ഈ പറയുന്ന ചോദ്യം ചോദിച്ചത് മുസ്ലിമോ എക്സ് മുസ്ലിമോ ഒന്നുമല്ല, സാധാരണക്കാരനായിട്ടുള്ള ഏത് മനുഷ്യനാവാം. അവൻ ചോദിക്കുമ്പോൾ ഇന്ന് അവർക്ക് ഉത്തരം പറയേണ്ട ബാധ്യത വരുമ്പോൾ 2 വഴിയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഒന്നുകിൽ അവർ ഈ പരിപാടി നിർത്തും, ഈ പറയുന്ന മാർക്കറ്റിംഗ്, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനം അത് ഈ പ്രചരിപ്പിച്ചിട്ട് ആളെ കൂട്ടുക എന്നുള്ള സംഗതി തന്നെ മൊത്തത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ആർക്കാ വേണമെങ്കിൽ അവർ പഠിച്ചിട്ട് എടുത്തോട്ടെ എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പം ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിന് ഈ സംഗതിയെക്കുറിച്ചുള്ള ഒരു അറിവ് കൊടുക്കുക, ഇത് വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുക എന്നതാണ് എക്സ് മുസ്ലിങ്ങളുടെ പണി. അത് മാത്രമാണ്. പക്ഷേ ബാക്കിയുള്ളത് പൊതുസമൂഹം കൂടി ഏറ്റെടുത്താൽ മാത്രമാണ് ഇത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. കോയാക്കോളിനെ കേൾക്കുമ്പോൾ വളരെ പ്രകോപനപരമായിട്ട് തോന്നാറുണ്ട് കുറച്ചും കൂടെ. കാരണം ഇവരിലൊരു മാറ്റം വരുത്തുകയാണല്ലോ. ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ സഹോദരന്മാരല്ല, നമ്മുടെ നാട്ടുകാർ തന്നെ. അപ്പോൾ ഇവരിലൊരു പരിവർത്തനം, ഈ മുഹമ്മദിനെ കുറിച്ച്, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച്, ഹൂറികളെ കുറിച്ച്, മദ്യപ്പുഴയെ കുറിച്ചൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കിയ മതിൽ ഇത്രയും പ്രകോപനപരമായിട്ടുള്ള സംസാരിക്കണമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. വീണ്ടും കൂടെ ചോദിക്കുന്നു. പ്രകോപനപരമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല. അതായത് ഓരോ ആളുകൾ എങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതല്ലേ. എന്താണ് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യും. അതാണ് അതിൻ്റെ വിജയം. അത് അങ്ങനെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാന്നുള്ളതല്ല ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കൂടി പറയുമ്പോഴാണ് അത് ഫ്രീ സ്പീച്ച് പൂർണ്ണമാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയുക എന്ന് പറയുന്നതിന് ഇപ്പം നമുക്ക് ഫ്രീ സ്പീച്ച് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരു രാജാവിൻ്റെ മുന്നിൽ പോയിട്ട് രാജാവിന് തുണി കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ പോലും. ഇതാണല്ലോ നമ്മൾ അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ അത് നമുക്ക് പറയാൻ കഴിയണം. രാജാവിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയുന്നിടത്താണ്, അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഫ്രീ സ്പീച്ച് പൂർണ്ണമാണ്. അപ്പം നമ്മൾ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഫ്രീ സ്പീച്ച് ഉണ്ടെന്ന് പറയും, എന്നിട്ട് പിന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ളതും സൗകര്യമുള്ളതും മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫ്രീ സ്പീച്ച് നമ്മൾ കൊന്നു കുഴിച്ചു മൂടി എന്നാണ്. അപ്പോൾ അത് ശരിയാവില്ല. അപ്പം നമ്മൾ പറയുന്നത് അവർ പറയുന്ന സംഗതിയെ അവർക്ക് നേരിടണം. ചില കാര്യങ്ങൾ അത്രയും സത്യങ്ങളായിട്ട് വരുമ്പോൾ അത് നേരിടേണ്ടി വരും. അതിൽ അവരുടെ റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ കാര്യമാക്കുന്നില്ല, അതുണ്ടാവും. അത് ഈ എന്താണ് പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള രീതിയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. 100% ഇസ്ലാം വിശ്വാസിയായ ഒരാൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ദേശീയതയോട് 100% കൂറു പുലർത്താൻ ജീവിക്കാൻ പറ്റും. ഈ ദേശീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിലില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അവരെപ്പോഴും അതിപ്പോൾ നമ്മൾ പറയുന്നതല്ല, ഇപ്പോൾ ഈവൻ അംബേദ്കർ പോലും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണത്. അവിടെ അതിനെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ട്രൂ മുസ്ലിമിന് എപ്പോഴും അവൻ്റെ മതമായിരിക്കും അതിൻ്റെ മുന്നിൽ എപ്പോഴും നിൽക്കുക. അവിടെ ദേശീയത അല്ലെങ്കിൽ ഈവൻ പഞ്ചായത്ത് പോലും ഇല്ല, ദേശീയതയ്ക്ക് വിടും. സ്വന്തം വീട് പോലും ഇല്ല, സ്വന്തം കട്ടിൽ പോലും ഇല്ല, പിന്നെയല്ലേ ദേശീയത എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ആ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് പരലോക ജീവിതത്തെയാണ്. അപ്പോൾ ആ ഒരു കണ്ണിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക ഏതിനെയാണ്? അത് ഈ പരലോകത്ത് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരു ഭംഗിയാക്കാം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം എന്നല്ല, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക, മനുഷ്യന്മാരുടെ പ്രീതിയല്ല. അതുകൊണ്ടാണ് ഈ സാഹോദര്യം എന്ന് പറയുന്ന സംഗതിയിൽ പോലും അത് ഈവൻ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാണിക്കുന്നൊരു എറ്റിക്കറ്റ്, ഈ വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദ പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാണിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ട്?
നമ്മൾ ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നതിനേക്കാൾ ഉപരി നമ്മൾ വേറെ ചില കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ വരില്ല. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ആർക്കാണ് ഒരു സൂസൈഡ് ബോംബർ ആവാൻ കഴിയുക? ഏതെങ്കിലും ഒരാൾക്ക് പറ്റും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാലിനടിയിൽ ഒരു ആണി അടിച്ച് കയറ്റും, സാധിക്കുമോ? ഇല്ല. പക്ഷെ അതിന് സാധിക്കുന്ന ആളുകളുണ്ട്, വിശ്വാസം തലയ്ക്കുക. അതാണ് ആ ആളുകളാണ് ശൂലം കുത്തി കയറ്റുന്നത്, ആ ആളുകളാണ് തീയിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ തയ്യാറാവുന്നത്, ആ ആളുകളാണ് പൊട്ടിത്തെറിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അത് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഡാമേജ് കൂടും. അത് ചില മതങ്ങൾക്ക് അത് വളരെ വലുതാണ്. അതാണ് അതിലെ പ്രശ്നം. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയാൽ കുറച്ചും കൂടെ അതിന് സമയമായോ എന്ന് കരുതുന്നതാണ്. ഏകീകൃത സിവിൽ കോഡൊക്കെ 1950-കളിൽ ഒരുമിച്ച് നടപ്പിലാക്കേണ്ട സംഗതിയായിരുന്നു. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന്, അതിന് ശേഷം തന്നെ. അന്ന് മുതൽ നീട്ടിവെച്ച് ഇന്നിപ്പോൾ എത്ര വർഷമായി? ഇപ്പൊ ഇനി സമയമായോ എന്ന് ചോദിക്കുന്നവരെ നമ്മൾ നേരിടണം എന്നാണ് ഞാൻ പറയാം. കാരണം ഇതൊക്കെ എന്നോ നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തസ്ലീമ നസ്രീനുമായിട്ടൊരു സംഭാഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് ഒന്ന് കാണാം. അപ്പൊ അതിൽ തസ്ലീമ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ബംഗ്ലാദേശിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിൽ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഇല്ല. ഓക്കെ, അപ്പൊ യൂണിഫോം സിവിൽ കോഡ് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് അവിടെ ആരാണ്? നമ്മൾ വിചാരിക്കും ഹിന്ദുക്കൾ, അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മുഴുവൻ യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമാണെന്ന്. അല്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പോലും യൂണിഫോം സിവിൽ കോഡിനെതിരാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ അംബേദ്കറിനെതിരെ, നെഹ്റുവിനെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു അവർ നേരിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് അവഹേളനം. അത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള സംഗതികളെ തകർക്കുന്നവരായിട്ടാണ് അംബേദ്കറിനെയൊക്കെ അവിടെ ചിത്രീകരിച്ചു വെച്ചത്. അവർക്കെതിരെ കാർട്ടൂണുകൾ വരച്ചും പല രീതിയിൽ അതിനെതിരെ ധർമ്മയുദ്ധം നടത്തണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള കർപ്പാത്രിജിയെ പോലെയുള്ള ചില സ്വാമിമാർ വരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെ അതിജീവിച്ച് നമ്മളിവിടെ ഒരു റിഫോം കൊണ്ടുവന്നു. 1950-കളിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹിന്ദുക്കൾക്ക് അതിനകത്തൊരു മാറ്റം വന്നു, ആ റിഫോം വന്നു. പക്ഷെ അപ്പോഴും യൂണിഫോം സിവിൽ കോഡ് ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കാരണം മറ്റു മതങ്ങൾ അപ്പോഴും വ്യക്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അത് ചെയ്യണം, അത് യൂണിഫോം ആക്കണം. അത് ഒരു മതത്തിനും ഒരു ജനതയ്ക്കും അങ്ങനെ ഒരു ഒഴിവൊഴിവ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഇനിയും സമയമായോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വിഷയം ഇപ്പോഴും നമ്മൾ കാര്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഡാമേജ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് മാത്രമാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മികച്ച വഴികളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. കാരണം ഈ മതത്തിൻ്റെ അപ്രമാദിത്വത്തെ കൺട്രോൾ ചെയ്യാൻ ഇത് വലിയ ഒരു സഹായകമാവുന്ന സംഗതിയാണ്. ഇതാണ് നമ്മളതിൽ പറയുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് പറയുക. ഇത് വൈകി തേങ്ങ ഉടയ്ക്കൂ സ്വാമി എന്നാണ് നമ്മളെപ്പോഴും പറയാറ്. ഈ ഖുറാനിൽ അന്യമത വിദ്വേഷമുള്ളത് അല്ലെങ്കിൽ വിഗ്രഹാരാധകരെ കണ്ടുപിടിച്ച് വധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു 100-128 ആയത്തുകളുണ്ട്. കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ എന്ന് പറഞ്ഞൊരു കേസ് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് പറയുന്നത് അന്ന് യുദ്ധ സന്ദർഭത്തിലായിരുന്നു. ഇപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ഈ അക്രമത്തെ പ്രേരിപ്പിക്കുന്ന ആയത്തുകൾ ഒഴിവാക്കിയാൽ ഖുറാൻ കുറച്ചും കൂടെ നന്നാകില്ലേ? ആ തീവ്രവാദത്തിനൊരു പരിഹാരമാകില്ലേ? അതൊരു നമ്മൾ പറയാം, അങ്ങനെ സമയം കളയേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പ്രശ്നങ്ങളുണ്ട്, ഹിന്ദു മതത്തിലെ പ്രശ്നങ്ങളുണ്ട്, ജാതി വ്യവസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ സംഗതിയിൽ നിന്ന് പുറത്തേക്ക് കടന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൽ എഴുത്ത് മാറ്റി വെച്ചതുകൊണ്ടാണ്? അല്ലല്ലോ, അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അതിനകത്ത് തന്നെ ഇല്ലേ? പക്ഷേ ആളുകൾ പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ആ ചിന്തയുടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമ്മൾ ഈ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുക, പുസ്തകങ്ങൾ മാറ്റുക, അതിനുവേണ്ടി നിൽക്കരുത്. ഇതൊക്കെ സ്മാരകങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ പറയും. നമുക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസവും ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് കാലത്ത് കൊണ്ടു നടന്നിരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള സ്മാരകങ്ങളാക്കി മാറ്റാണ് വേണ്ടത്. ഇത് എഡിറ്റ് ചെയ്യല്ല വേണ്ടത്. പക്ഷേ ഇതിന് യഥാർത്ഥത്തിലുള്ള മൂല്യബോധം ഉണ്ടാക്കാൻ പാകത്തിനുള്ള എഡ്യൂക്കേഷൻ അത് നമ്മൾ ഇവിടെ ഉറപ്പാക്കുക. മദ്രസകളിലെ വിദ്യാഭ്യാസം അത് ഇവിടെ മോണിറ്റർ ചെയ്യപ്പെടണം. അതിൽ പഠിപ്പിക്കുന്ന സിലബസ് മോണിറ്റർ ചെയ്യണം. ഞങ്ങൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു. അതായത് ഈ കേരളത്തിലുള്ള മദ്രസ വിദ്യാഭ്യാസ ബോർഡുകൾ അതുപോലെ മറ്റു പല സംഗതികൾ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് അതിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി 100-100ഓളം പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലയിറങ്ങി പോകും. കാരണം എന്താണ്, ഈ അന്യമതക്കാരെ വെറുക്കുന്നതൊക്കെ നമുക്ക് പോട്ടെ, അതൊക്കെ പിന്നെ ഏത് മതം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് കാണുക. ഇപ്പോൾ ഹിന്ദുവിനെ വെറുക്കാൻ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു, ഇസ്ലാമിനെ വെറുക്കാൻ അവർ പഠിപ്പിക്കും. ഇങ്ങനെ പോകും. ഏത് മതം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെയാണ്. പക്ഷേ ഈ വിശ്വാസികളുടെ ഇടയിൽ തന്നെ
ഇപ്പോൾ മുസ്ലിമിൻ്റെ ഇടയിൽ തന്നെ ഒരു വിഭാഗത്തിന് വെറുക്കാൻ മറ്റൊരു വിഭാഗത്തിനോട് പറയുന്നത് അതുപോലും മദ്രസകളിൽ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു, അതിന് ശിക്ഷിക്കണം, കല്ലെറിയണം അല്ലെങ്കിൽ അടിക്കണം എന്ന് പഠിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ സ്വമത വിശ്വാസികളിൽ പെട്ടിട്ടുള്ള ആളുകളോട് പോലും ഈ പറയുന്ന ശത്രുതയും അവരോടുള്ള ഈ വിരോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനം. ഇപ്പം മതം വിട്ടവർ ഈ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിക്കുന്നത്. അത് ഹിന്ദുവിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അത് ക്രിസ്ത്യാനിയെ ബാധിക്കുന്ന കാര്യമല്ല, മുസ്ലിമിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ മതം വിട്ടാൽ എന്ത് ചെയ്യണം, ഇത് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അത് അവനെ കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത്. 12ാം ക്ലാസ്സിൽ സമസ്തയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി ആളുകൾക്ക് ഈ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല സന്ദേശങ്ങൾ അവർക്ക് സ്കൂൾ തലം മുതൽ തന്നെ പഠിപ്പിക്കുക. ഈ മദ്രസ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം അത് കൊടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ആ രീതിയിൽ ആളുകളെ ഈ തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, ഒരു പ്രൈമിങ് അവിടെ നടക്കുന്നുണ്ട്. ആ പ്രൈമിങ് നമ്മളിവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. ഒരു പ്രായം കഴിഞ്ഞ് അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കുകയോ എടുക്കണമെങ്കിൽ എടുക്കുകയോ അത് ചെയ്യാം. പക്ഷേ ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ പ്രത്യേകിച്ച് ഇത് ചെയ്യുമ്പോൾ അവരതിന് പരുവപ്പെടുകയാണ്. പിന്നീട് എന്ത് മണ്ടത്തരം പറഞ്ഞാലും എന്ത് അശാസ്ത്രീയമായ കാര്യം പറഞ്ഞാലും അവർക്കത് എടുക്കാനുള്ള ടെൻഡൻസി അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് അതിൻ്റെ വഴി, എഡിറ്റിംഗ് അല്ല അതിൻ്റെ വഴി. ഈ ലോകത്തെല്ലാ സ്ഥലത്തും ഇസ്ലാമിക ഭീകരവാദം നടക്കുന്നുണ്ട്. സുഡാനിലായാലും പാലസ്തീനിലായാലും യൂറോപ്പിലായാലും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും ഒരു ആശങ്കയിലാണ്. അപ്പോൾ ഈ ഹിന്ദു അല്ലെ മുസ്ലിം ഇങ്ങനെ നമ്മൾ 25 കോടി അധികം വരുന്ന ഇസ്ലാം മത വിശ്വാസികളെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പരസ്പരമുള്ള വിശ്വാസം വീണ്ടെടുക്കുന്നതിന് എക്സ് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഈ തീവ്രവാദത്തെയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളെയോ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അത് ആ സംഗതിയുടെ യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞുകൊണ്ട് അതെല്ലാവരും മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു തീവ്രവാദം, ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് നമ്മൾ എടുത്ത് നോക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് എന്താണ്, അത് ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന് പറയുന്ന ആളുകൾ അത് വളരെ കുറച്ച് ആളുകളായിട്ട് മാറുകയാണ്. നമുക്ക് അതിനെ പെട്ടെന്ന് അതിനെ ലേബൽ ചെയ്ത് മാറ്റാൻ കഴിയുമോ? അത് വലതുപക്ഷക്കാർ മുഴുവൻ, BJP-ക്കാർ മുഴുവൻ അങ്ങനെ പറയുകയാണ്. സത്യത്തിൽ അത് ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന് പറയാൻ നിങ്ങൾ BJP-ക്കാരനാവേണ്ട കാര്യമില്ല. അതിനകത്ത് നടന്ന ആ ടെററിൻ്റെ രൂപം, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. അതേസമയം ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാംഗ്ലൂരിൽ എന്തോ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചങ്ങാതി എന്നെ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് ചെയ്തത് കുറച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകൾ. ഉടനെ പത്രത്തിലെ വാർത്ത എന്താണ്, ഹിന്ദു തീവ്രവാദികൾ മുസ്ലിം യുവാവിനെ കൊന്നു എന്നാണ് അതിൻ്റെ വാർത്ത. അപ്പം പഹൽഗാം അറ്റാക്കിൽ നമ്മൾ കാണുന്നത് എന്താണ്, അവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഹിന്ദുക്കളാണോ കാഫിറാണോ എന്ന് ചോദിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തടഞ്ഞ ആളുകൾ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ആകെ കലാപം ഉണ്ടാവും, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാവും എന്ന് പറഞ്ഞ ആളുകൾ തൊട്ടടുത്ത ദിവസം ഈ പറയുന്ന മാംഗ്ലൂരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് മുസ്ലിം യുവാവിനെ ഹിന്ദു തീവ്രവാദികൾ കൊന്നു എന്ന് പറയുന്നിടത്ത് ആ ഒരു പ്രശ്നമില്ല. അപ്പം ഇവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്, ഈ മതത്തെയും ഈ ആശയത്തെയും സപ്പോർട്ട് ചെയ്യുക, അതിനെ കവർ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഇത് എല്ലാവരും ഏറ്റു പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക, പ്രശ്നങ്ങളായിട്ട് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായാൽ ഈ സംഗതിയെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇവിടെ പിന്നെ അത് വലതുപക്ഷം പറയുന്ന സാധനമാണ്, BJP പറയുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കി മാറ്റാൻ കഴിയില്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എല്ലാവരും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് കൂടുതൽ വോക്കലായി ഇത് ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടായി. ഇപ്പോൾ ഹിജാബ് വിവാദത്തിലൊക്കെ നമ്മൾ പറയുന്നതാണ്, ഹിജാബ് ഒരു വസ്ത്രമാണെന്നാണ് നാട്ടുകാർ മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഹിജാബ് ഒരു വസ്ത്രമേ അല്ല, അതൊരു മതചിഹ്നമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിമാണ് എന്നുള്ള ഒരു ചിഹ്നം അതൊരു വശത്ത്, അതിനേക്കാൾ ഉപരി അതിൻ്റെ മറ്റു കഥകളൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയൊക്കെ വേർതിരിക്കാനുള്ള, അതിലൊക്കെ ഒന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സ്കൂളിൽ കറുത്ത വസ്ത്രം അണിഞ്ഞു വരൂ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ വീട്ടിൽ പോയിട്ട് പർദ്ദ ഇട്ടിട്ട് വന്നപ്പോൾ അത് വലിയ പ്രശ്നമായി. എന്താണ്, മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രശ്നമാക്കിയത്. അപ്പോൾ കറുത്ത വസ്ത്രം അണിയാൻ പറഞ്ഞപ്പോൾ പർദ്ദ ഇട്ടപ്പോൾ അത് മതവസ്ത്രമായത് എങ്ങനെയാണ്? അപ്പോൾ അവർക്ക് അറിയാം അത് മതവസ്ത്രമാണ് എന്നുള്ളത്. അപ്പോൾ അതേ സമയത്ത് ഈ പറയുന്ന പർദ്ദ ഏതെങ്കിലും സ്കൂളിൽ നിരോധിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, ഒരു കോളേജിൽ നിരോധിക്കുന്ന അവസ്ഥ, ഇവരെന്ത് പറയും, വസ്ത്ര സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. അതെങ്ങനെ ശരിയാവാതെ നമ്മൾ ചോദിക്കുന്നത്. വസ്ത്രമാണെന്നുണ്ടെങ്കിൽ കറുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ പർദ്ദ കറുത്ത വസ്ത്രമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതിവിടെ പറ്റുന്നില്ല.
അപ്പോൾ ഈ രീതിയിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളൊക്കെ ഈ വിശ്വാസികളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു മതവും ഇവിടെ വിമർശിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത് ആ മതത്തിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ ഇവിടെ പുറത്ത് കാണുമ്പോഴോ ആളുകൾക്ക് എങ്ങനെയാണോ അതിനെ തുറന്ന് എതിർക്കാനും പറയാനും പറ്റുന്നത്, ആ നിലയിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തണം. അതെത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വൈര്യം നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇതിലൊന്നും ഇത്ര വലിയ കഥയൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് വരിക ആ ഒരു ഘട്ടത്തിലാണ്. അതിന് കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് പറയുന്നത്. കാരണം മറ്റുള്ള മതങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്, ഈ ഒരു സ്വഭാവത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സമയമെടുക്കും, കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ എക്സ് മുസ്ലിങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജബ്ബാർ മാഷൊക്കെ പറഞ്ഞ അബ്ദുള്ള ഇബ്നു അബി സർഹ് എന്ന് പറയുന്ന മുഹമ്മദ് ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പകർത്തി എഴുതിയിരുന്ന ആൾ തന്നെ ഇതെല്ലാം പൊട്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മതം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം 10,000-കണക്കിന് ആൾക്കാർ മതം വിട്ടുപോയി. ഋദ്ദ വാറുകളിൽ കൂടെ ആദ്യ ഖലീഫ അബൂബക്കർ 10,000-ങ്ങളെ കൊന്നുതള്ളിക്കൊണ്ടാണ് ഇസ്ലാമിനെ നിലനിർത്തിയത്. അപ്പോൾ വിമർശിക്കുന്നവരെ ആ കാലം മുതൽ തന്നെ ഇക്കാലത്തും കൊന്നൊടുക്കി ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് ഇസ്ലാം നിലനിന്നു പോകും. അപ്പോൾ ഏതാനും അല്ലെങ്കിൽ കുറച്ച് എക്സ് മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് എന്താണ് പൊതുസമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, വിമർശകരെ മുഴുവൻ കൊന്നുകൊണ്ടാണല്ലോ ഇസ്ലാം ഇത്രയും നിലനിന്നത് തന്നെയാണല്ലോ ഈ പറയുന്നത്. വിമർശകരുണ്ടാകണം. ഇപ്പോൾ ചേകനൂർ മൗലവിക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ എത്ര ആളുകൾ ഇതേപോലെ സംഭവിക്കുന്നു. ഇപ്പോൾ മുസ്തഫ മൗലവിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുസ്തഫ മൗലവി മതം ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നിട്ടും ആളെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ മതത്തിലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വിമർശിച്ചാൽ, അത് അകത്തു നിന്ന് വിമർശിച്ചാൽ നിങ്ങൾ പുറത്താക്കും, പുറത്തു നിന്ന് വിമർശിച്ചാൽ നിങ്ങൾ വലദോഷാക്കും. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം എടുത്ത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിന്റെ ഔട്ട്കം എന്താണ്? മതവിമർശനം പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പതുക്കെ വിമർശിച്ചാൽ പറയും വിമർശിക്കുന്നു, അത് പ്രശ്നമാണ്. ഉറക്ക വിമർശിച്ചാൽ പറയും നിങ്ങൾ ഉറക്ക വിമർശിക്കുന്നു, പതുക്കെ വിമർശിക്കുന്നു പറയും. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും വിമർശനം പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ കഥ. ഇപ്പം നമ്മളൊക്കെ വിമർശിക്കാൻ നമ്മളോട് പറയുന്നത് ജബ്ബാർ മാഷ് വിമർശിക്കണ പോലെ വിമർശിക്കുന്നതാണ് നമ്മളോട് പറയാം. ജബ്ബാർ മാഷ് വിമർശിച്ചോണ്ടിരുന്നപ്പോൾ മാഷോട് പറഞ്ഞ എന്താണ്? മാഷ് വിമർശിക്കരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇവോൾവ് ചെയ്യും. ഇപ്പം എന്നെക്കാൾ സ്ട്രോങ് ആയിട്ട് പറയുമോ അല്ലെങ്കിൽ എന്നെക്കാൾ മികച്ച രീതിയിൽ പറയുന്ന ഒരാൾ വന്നാൽ അവരെന്ത് പറയും? ആരിഫ് പറയണ പോലെ പറയുന്ന പറയും. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പം ഇതൊന്നും നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇതിലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പിന്നെ ഇതെന്താണ് ഇതിന്റെ പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അതായത് വിമർശകരുടെ തല പോകാതെ നോക്കേണ്ട ബാധ്യതയാണ് പൊതുസമൂഹത്തിനുള്ളത്. അത് ഇവിടെ കൂടുതൽ ജനകീയമാക്കുക, അത് കൂടുതൽ ആൾ ഡെമോക്രറ്റൈസ് ചെയ്യുക. മതവിമർശനം അത് ഏത് മതമായാലും ഞാൻ അതാ പറയില്ല. ഇപ്പൊ ഇന്ത്യയിലടക്കം ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ, ഈ ബാങ്ക് മലയാളത്തിൽ കൊടുക്കുന്ന ഈ ലിംഗബാങ്ക് നമ്മൾ ഇറക്കിയപ്പോൾ നമ്മൾ നേരിടുന്നത് ഈ ബ്ലാസ്ഫമി നിയമമാണ്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലടക്കം അത് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിപ്പോഴുണ്ട്. അപ്പം ഞാൻ പറയാ അതൊക്കെ എടുത്ത് കളയണം. ഈ തരത്തിലുള്ള ബ്ലാസ്ഫമി നിയമങ്ങൾ, മതനിന്ദാ കുറ്റം എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങൾ ഒരു ആധുനിക സമൂഹത്തിനോട് ചേർന്ന കാര്യമല്ല. അത് നമ്മൾ എടുത്ത് കളയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാ മതത്തെയും വിമർശിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായാൽ അതിൽ പിന്നെ ഇസ്ലാമിന് അതിനകത്തൊരു പ്രത്യേകത അവകാശപ്പെടാനില്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ ഈ ഡിങ്കബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാണ്, നമ്മുടെ സുഹൃത്ത് വിളിച്ചു, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഡിങ്കനാണ് ഏകരക്ഷകൻ എന്ന് എഴുതിയിട്ട് 5-10 വർഷം പുള്ളി വണ്ടി ഓടിച്ചാണ്. ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഏരിയയിൽ ഒരാൾ പോലും പുള്ളിയെ നിർത്തിയിട്ട് എന്തിനാ നീ അങ്ങനെ എഴുതിയത്, ഞങ്ങൾ യേശുവിനെ നീ ഇങ്ങനെ കളിയാക്കുന്നു, ഒരാൾ പറഞ്ഞിട്ടില്ല. ഇത്രയും നാൾ കൊണ്ട് നടന്നിട്ട് പുള്ളി അവിടെ വണ്ടി എപ്പോഴും നടു റോഡിലിടുന്ന ആളാണ്. പക്ഷെ ഈ ഒരു സംഗതി വന്നപ്പോൾ ഇതിലിപ്പോൾ ഇതുപോലെ ഒരു റിയാക്ഷൻ ഏത് മതവിഭാഗത്തിൽ നിന്നാണ് വന്നത്? അത് ഈ പറയുന്ന മതത്തിൽ നിന്നാണ് വന്നത്, ഇസ്ലാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പുതിയ കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ജനകീയമാക്കുക. ഇത്തരത്തിലുള്ള സാധനം മതനിന്ദാ നിയമങ്ങൾ എടുത്ത് കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ആധുനിക ഇന്ത്യ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സാധനമാണ് ഈ മതനിന്ദ കുറ്റകരമാക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് എടുത്ത് കളയണം. എല്ലാ മതങ്ങൾക്കും അത് ബാധകമാക്കുക. അവിടെ പിന്നെ ഇസ്ലാമിന് ഒരു പ്രത്യേകത അവകാശപ്പെടാനില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ നമുക്കൊന്നും പണി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇത് അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് പറയേണ്ടി വരുന്നത്. 1924 രംഗൂല റസൂൽ ഇറങ്ങിയപ്പോഴാണ് അതിനെ തുടർന്ന് ഇസ്ലാമിസ്റ്റുകൾ കലാപങ്ങളുണ്ടാക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മതനിന്ദ നിയമം പ്രാബല്യത്തിൽ വരുത്തേണ്ടതുണ്ട്. അന്ന് ഈ രംഗീല റസൂലുള്ള ഇറങ്ങിയ 1920കളിൽ ഇൻ്റർനെറ്റ് ഇത്ര ശക്തമായിരുന്നെങ്കിൽ അത് വ്യാപകമായ ഇസ്ലാം വിമർശനം മധ്യപ്പുഴ ഇപ്പം നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ സുമാരൻ സാർ പറയും പോലെ ഏതോനവിടെ സ്വർഗത്തിൽ പോയിച്ചും വന്നിട്ട് ഹൂറികളെ കണ്ടത് എന്നുള്ള ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ
ഒരുപക്ഷെ ഇന്ത്യ വിഭജിക്കപ്പെടില്ലായിരുന്നു. ഇല്ലാത്തൊരു സ്വർഗത്തിനും ഭൂരികൾക്കും വേണ്ടിയിട്ട് ആണ് ഈ കൂട്ടക്കൊലകളും ഇന്ത്യ വിഭജനവും നടന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടായിരുന്നു? വിഭജനം ഇപ്പോഴും നടക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ പറയുന്ന റംഗീല റസൂലിന്റെ വിഷയം ഇത്തരത്തിലുള്ള ഇത് പറഞ്ഞ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ വിഭജനം നമ്മൾ എപ്പോഴും ഒരു 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 നമ്മളുടെ ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണെന്ന് പറയുന്ന സംഗതിയാണ്. പക്ഷെ ഞാൻ പറയാതെ ഇപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ ഉള്ളിൽ ഈ പറയുന്ന ബോധ്യം അത് മതചിന്തകളായിട്ട് ഉള്ള കാലത്തോളം ഇതിൽ നിന്ന് ഓവർകം ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം അതിന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വിഭജനമായിട്ട് നേരിട്ട് കണക്ഷൻ ഒന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. പക്ഷെ ഈ മതനിന്ദ നിയമമായിട്ട് മാറുന്നതിൽ വലിയ വഴി വെച്ചിട്ടുള്ള സംഗതിയാണ് ഈ റംഗീല റസൂൽ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നമ്മളുടെ മാതൃക എന്താണ്? അതായത് റംഗീല ഈ പറയുന്ന ശ്രീകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് ആദ്യം ഒരു കൂട്ടരെ എഴുതുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്നോണമാണ് ഈ പറയുന്ന റംഗീല റസൂൽ വരുന്നത്. അപ്പോൾ പിന്നെ സംഭവിക്കേണ്ട എന്താണ് യഥാർത്ഥത്തിൽ? അടുത്ത പുസ്തകം ഇറങ്ങാൻ വേണ്ടത്. പക്ഷെ അതിന് പകരം കലാപമാണ് ഉണ്ടായത്. പിന്നെ ആളെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഈ ടോളറൻസ് ഉള്ളത്. അത് ഹിന്ദു സമൂഹത്തിനാണോ അതോ ഹിന്ദു ഇതര സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകൾക്കാണ്? അവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മളതൊക്കെ പറയുമ്പോൾ എന്നെ വലിയ സംഖ്യയാക്കി മാറ്റുന്നത്. പക്ഷെ ഞാനത് കാര്യമാക്കാറ്. കാരണം ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അത് ഏത് മതത്തിനുണ്ടെങ്കിലും അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് അതിലില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് വരേക്കും അത് വിശ്വാസികൾക്കാണ് ഉണ്ടാവും. മതത്തിന് എന്തായാലും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. മതം ജീവനുള്ള സാധനമല്ല. പക്ഷേ വിശ്വാസികൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മതവിമർശനം പോപ്പുലറാക്കുക, മതനിന്ദാ നിയമങ്ങൾ എടുത്ത് കളയാനുള്ളത്. താങ്ക് യു. മതവിമർശനവുമായി മുന്നോട്ട് പോകുന്ന ഇത് ഒരു പുതിയ ലോകത്തിന് വേണ്ടി എന്നും വിശ്വാസി അവിശ്വാസി എന്നൊക്കെ പറഞ്ഞ് ഏറ്റുമുട്ടാതെ നമ്മൾ എല്ലാവരും മനുഷ്യനാണെന്ന് മുന്നോട്ട് പോകുന്നതിന് ധീരമായി മുന്നോട്ട് വരുന്ന ആരിഫ് ഹുസൈനെ ഒരിക്കൽ കൂടി പുസ്തകോത്സവ സമിതിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.